ഹായ്, ഇതെന്റെ മോഹയാൻ. ഞാൻ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഒരിക്കലും ഞാൻ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടാറില്ല. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇപ്പൊ എന്റെ മോനെ പരിചയപ്പെടുത്തുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 4 വയസ്സായി. നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കൂളിൽ അഡ്മിഷനും കാര്യങ്ങൾക്ക് വേണ്ടി നോക്കാൻ തുടങ്ങി. അപ്പൊ നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് സ്പീച്ച് ലേറ്റ് ആയിട്ടാണ് സംസാരിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ലേറ്റ് ആയിട്ടാണ് സംസാരിച്ചു തുടങ്ങി. ഇപ്പൊ സംസാരിക്കുമ്പോഴത്തേക്കും ഒരിക്കലും നിർത്താറില്ല. സോ അപ്പൊ എന്റെ മോനും അങ്ങനെ ലേറ്റ് ആയിട്ട് സംസാരിച്ച് തുടങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങള് ലാസ്റ്റ് ഒരു സ്കൂളിൽ പോയപ്പോഴത്തേക്ക് ഇതുപോലെ പറഞ്ഞു കൊടുത്ത് സ്കൂളിൽ അറ്റ്ലീസ്റ്റ് അവൻ അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കണമെന്നുള്ളത് അവര് പറഞ്ഞിട്ട് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി. പോയപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കൊച്ചു കരയുമ്പോഴത്തേക്ക് എടുത്ത് മൊബൈൽ കൊടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. നമ്മൾ 1 വയസ്സ് മുതൽ 6-7 വയസ്സ് വരെ മൊബൈലോ കാർട്ടൂണോ ഒന്നും കൊടുക്കാൻ പാടില്ല. കാര്യം ഇത് നിങ്ങൾ കുറച്ച് ഡേഞ്ചർ ആയിരിക്കും. പറഞ്ഞുതരാം. 1 to 4 വരെ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ഇത് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരുപാട് മാതാപിതാക്കൾക്ക് അറിയാത്ത